ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഫയറിലെ സെറ്റിങ്സ് മാറ്റാൻ അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചത് ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുള്ളറ്റ് വരുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറണം എങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ലോൺ വോൾഫ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ലോൺ വോൾഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോൺ വോൾഫ് ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സെറ്റിങ്സിൽ കയറുക. അപ്പോൾ നമ്മൾ കസ്റ്റം ഹുഡ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോജി കൊണ്ട് വേണമെങ്കിൽ നടുക്ക് വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബുള്ളറ്റ് ഏറ്റവും കൂടുതൽ വെടിവെക്കാൻ പറ്റുന്ന ഈ സൈഡിലാണോ, അതായത് ഈ സൈഡിലാണ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഈ സൈഡിൽ വെക്കാം. അങ്ങനെ ഒരു കാര്യമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ തന്നെ വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബുള്ളറ്റ് ഇവിടെ വെടിവെക്കാൻ എളുപ്പമെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യുക. അപ്പോൾ രണ്ടെണ്ണവും ഫിക്സ് ചെയ്യാൻ ഗൺസ് ഇവിടെ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം ഗൺസ് ഇവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക. ഞാനപ്പോൾ എൻ്റെ ഇത് ഇവിടെ തന്നെ ഫിക്സ് ചെയ്യുകയാണ്. എൻ്റെ ഇമോജി മെസ്സേജ് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നു ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ഇമോജി കറക്റ്റ് എനിക്ക് നടുക്ക് വെക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇമോജിയൊക്കെ മാറ്റാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് മാറാവുന്നതാണ്. അപ്പോൾ കസ്റ്റം ഹുഡ് എടുത്ത് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇമോജി എൻ്റെ പക്ഷേ കറക്റ്റ് നടുക്കല്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. എനിക്ക് പ്രോ പ്ലെയർ ആകുമ്പോൾ എനിക്കിത് ഓടുകയാണ്. അപ്പോൾ ഓടുന്നതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇത് അവൻ്റെ ഹെഡ് നോക്കി ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ കളിയിൽ നിന്ന് ഒന്ന് എക്സിറ്റ് ആവണം. അപ്പോൾ ഞാൻ ഇത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഗൺ കിട്ടുമ്പോൾ ഞാൻ കാണിച്ചിരുന്നു ഗൈസ്. 1 മിനിറ്റ് പോലും കൊടുക്കാതെ എതിരാളി നമുക്ക് സിമ്പിളായിട്ട് തകർക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് നമ്മൾ ആദ്യമേ തന്നെ അവനവിടെ നിന്നായിരുന്നു ശ്രദ്ധിക്കാൻ ശേഷം നമ്മൾ ഓടിച്ചതിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടരുത് ഗൈസ്. അതിനുശേഷം ഗൈസ് ഓടിക്കൊണ്ട് ചത്തു ഗൈസ്. അപ്പം ഞാൻ ഇനി അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്, അപ്പം നമുക്ക് പെറ്റിനെ എങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ പെറ്റിനെടുത്തതിന് ശേഷം ഇവിടെ കളയുക. അല്ലെങ്കിൽ ഗ്ലൂ വാൾ എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലൂ വാൾ നേരെ ടാപ്പ് ടു സ്വിച്ച് ഇടാം. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ പെറ്റ് പോയിട്ടുണ്ട് ഗൈസ്. പെറ്റ് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് കളിച്ചുകൂടി കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞാൻ ഇവനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ചത്തു ഗൈസ്. ബട്ട് നമുക്ക് അടുത്തേക്ക് നോക്കാം ഗൈസ്. അപ്പം നമുക്ക് ഇനി നമുക്ക് കസ്റ്റം ഹുഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇഷ്ടമുള്ളിടത്ത് മാറ്റാം. അപ്പോൾ അതെല്ലാം അവിടെ ഫിക്സ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മെസ്സേജിൽ ഞാൻ ഇങ്ങോട്ട് കുറച്ച് മാറ്റി ഇനി ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഏറ്റവും നല്ല തൂക്കമാണെങ്കിൽ ഈ തൂക്കനാണ് ഗൈസ്. നമ്മുടെ MW ഇത് വെച്ചിട്ട് നേരെ കാര്യങ്ങളെ കാണിച്ചത് ഗൈസ്. അയാളെ കണ്ടു കഴിഞ്ഞാൽ ഗൈസ് നമ്മളിത് ഇങ്ങോട്ടോട്ട് വെക്കുക ഗൈസ്. അതിനുശേഷം ഒരു ഹെഡ് അടിക്കുക ഗൈസ്. മിന്നും പിന്നാക്കി തിന്നും പിന്നാക്കി ഇങ്ങനെ കളിക്കുക ഗൈസ്. ഇതാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഗൈസ് ഞാൻ ഈ തോക്കിൻ്റെ പേര് പറയുക ഗൈസ്. കാരണം ഇത് അത്രയ്ക്ക് നല്ല തോക്കാണ് ഗൈസ്. ഗൈസ് 2-4 കേസ്. അപ്പം ഇത്രയുള്ള സംഭവം കേസ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ